ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യയായ ഒരു പെൺകുട്ടിയാണ് ഫർസാന. ഈ പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നത് കഴുത്തിലണിഞ്ഞ ഈ സ്വർണമാലയുടെ കാര്യത്തിലായിരുന്നു. ഈ സ്വർണമാല കാമുകനായ അഫാൻ പണയം വെക്കുന്നതിനായി ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി വീട്ടുകാരറിയാതെ ഈ സ്വർണമാല അയാൾക്ക് കൊടുത്തു. പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ട കാമുകന് വേണ്ടി ആ പെൺകുട്ടി കഴുത്തിൽ അണിഞ്ഞിരുന്ന ഈ സ്വർണമാല ഊരിക്കൊടുത്തത്. പകരം ഇമിറ്റേറ്റ് ചെയ്ത ഒരു ഗോൾഡ് ചെയിൻ അവൾ കഴുത്തിൽ അണിയുകയും ചെയ്തു. അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. അവൾക്ക് അഫാനെ വളരെ വളരെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിൽ സൂക്ഷിക്കാനും ആ പെൺകുട്ടി ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ കൊലപാതക പരമ്പരയിൽ പലരും ശ്രദ്ധിക്കാതെ പോയ ഒന്നാണ് അഫാനോട് ഫർസാനയ്ക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥകൾ. അവൾ കാമുകനെ വിശ്വസിച്ചത് അയാൾ ശരിക്കും തന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിലായിരുന്നു. പക്ഷേ ആ യാഥാർത്ഥ്യം അവൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു എങ്കിലും അഫാൻ എന്ന ഈ ചെറുപ്പക്കാരൻ കാമുകിയെയും തൻ്റെ ധനമോഹത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ട് അവസാനം അവളുടെ ജീവനും കൂടി എടുത്തു എന്നുള്ളതാണ്. സ്വർണമാല വാങ്ങിയത് മാത്രമല്ല, അവളുടെ ജീവനും അയാൾ കവർന്നെടുത്തു. ഈ പെൺകുട്ടിയുടെ ബാല്യകാല ചിത്രങ്ങൾ കാണുമ്പോൾ അവൾ വളർന്ന് വലുതായി ഇതുപോലെ ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ട് ജീവൻ വെടിയേണ്ടി വരും എന്ന് ആർക്കും തോന്നുകയുമില്ല. ശരിക്കും ഫർസാന അവളുടെ കാമുകനോടുള്ള പ്രണയം കൂട്ടുകാരികളോട് പോലും പറഞ്ഞിരുന്നില്ല. അയൽപ്പക്കത്ത് ഒരു വ്യക്തിക്ക് പോലും ഫർസാനയും അഫാനും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. തൻ്റെ സഹപാഠി എന്നുള്ള നിലയിൽ ഈ സൗഹൃദത്തെക്കുറിച്ച് ഉമ്മയോട് മാത്രം അവൾ പറഞ്ഞിരുന്നു. ഉമ്മ ആ സൗഹൃദമായി മാത്രമാണ് കണ്ടിരുന്നതും. അഗാധമായ ഒരു പ്രണയത്തിലേക്ക് അവർ പോയിരുന്നതായി ഈ മാതാവ് പോലും കരുതിയിരുന്നില്ല. മറിച്ച് ഇവർ തമ്മിലുള്ള വിവാഹം ഒരു ജോലി കിട്ടിയിട്ട് നടത്തി കൊടുക്കാം എന്നൊന്നും ഈ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുമില്ല. കാരണം അവർ ഈ സൗഹൃദത്തിന് അങ്ങനെ ഒരു മാനം കൊടുത്തിരുന്നുമില്ല. ആ വഴിക്കപ്പുറം, ഫർസാന താമസിക്കുന്ന വീടിനപ്പുറമുള്ള വഴിയിൽ അഫാൻ്റെ ചില പഴയ സഹപാഠികൾ താമസിക്കുന്നുണ്ട്. അവരെ കാണാൻ അതുവഴി പോകുന്നു എന്നുള്ളതല്ലാതെ നാളെ ഇതുവരെ അഫാൻ ഫർസാനയുടെ വീട് സന്ദർശിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഫർസാന ഉള്ളിൽ ഒളിപ്പിച്ചിരുന്നത് ശരിക്കും ഒരു ജോലി കിട്ടിയതിനു ശേഷം അഫാനുമായിട്ടുള്ള വിവാഹബന്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഫാനും ഒരുമിച്ച് ചെറിയ ചില യാത്രകൾ ബൈക്കിന് പിറകിൽ ഇരുന്ന് അവൾ നടത്തിയിട്ടുണ്ട് താനും. അത് സ്വാഭാവികമായി ഒരു ആൺ സുഹൃത്തുമായിട്ടുള്ള ഒരു ചങ്ങാത്തത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു. മറിച്ച് അതിരുവിട്ട ഒരു കാര്യവും ആ സൗഹൃദങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്തൊക്കെ അഫാൻ തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നുമില്ല. അയാൾ പരമാവധി പ്രണയമായി തന്നെ സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ കരുതാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വ്യക്തി അയാളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്ന വിദ്വേഷവും പ്രണയവും ഒക്കെ കൂടി ചേർന്ന് ഈ
പാവം പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത് വരെ കൊണ്ടെത്തിച്ചു എന്ന് പറയാം. യഥാർത്ഥത്തിൽ അഫാന് ഈ പെൺകുട്ടിയോടുണ്ടായിരുന്നത് പ്രണയം തന്നെയാണെങ്കിൽ അതെങ്ങനെ പകയിലേക്ക് മാറി എന്നുള്ളതാണ്. അഫാൻ പറയുന്നത് അവൾ ഈ സ്വർണം തിരിച്ചു ചോദിച്ചത് മുതലാണ് പക ആരംഭിച്ചത് എന്നുള്ളതാണ്. തനിക്ക് സ്വർണം പണയം വെക്കാൻ തന്നിട്ട് തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോൾ തന്നെ അത് തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ടതു മുതൽ അവളോടുള്ള പക തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ, ഈ കേസ് നടന്ന ആദ്യ ദിവസങ്ങളിൽ പോലീസിനോട് അഫാൻ പറഞ്ഞത് അവളോടുള്ള അഗാധമായ പ്രണയം കൊണ്ടാണ് ഞാൻ അവളെ കൊലപ്പെടുത്തിയത് എന്നതാണ്. കാരണം ഞാൻ ഇല്ലാതാകുമ്പോൾ അവൾ ജീവിക്കാൻ ബുദ്ധിമുട്ടും, താൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. പല പ്രണയങ്ങളും ദുരന്തത്തിൽ കലാശിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ്. കാമുകനും കാമുകിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അത് പ്രണയത്തിൻ്റെ ശുദ്ധിയെ വല്ലാതെ വികൃതപ്പെടുത്താറുണ്ട്. തുടർന്ന് പലപ്പോഴും ഇവർ തമ്മിലുള്ള പ്രണയത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും പിരിയേണ്ടി വരികയും ചെയ്യുന്ന ഒട്ടേറെ കഥകൾ നമുക്ക് ചുറ്റും സംഭവിക്കാറുണ്ട്. ഇവിടെ ഈ പ്രണയ ദുരന്തത്തിൽ അഫാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഫർസാന കൊടുത്ത ആ സ്വർണമാല അവൾ തിരിച്ചു ചോദിച്ചത് മുതലാണ് അവളോടുള്ള പക തുടങ്ങിയത് എന്നാണ്. അത് ശരിയാണെങ്കിൽ കാമുകനെ വിശ്വസിച്ച് ആ ഗോൾഡ് കൊടുത്തതാണ് അവൾ ചെയ്ത കുറ്റം. സഹായിക്കാൻ വേണ്ടി ആ ഗോൾഡ് കൊടുക്കുകയും അത് തിരിച്ചു ചോദിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാകും പ്രണയത്തിൻ്റെ ആ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ അത് ഇടയാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു മനോഭാവം അഫാൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് ഫർസാന ഒരിക്കലും കരുതിയിരിക്കാനും ഇടയില്ല. അവൾ ഒരു നല്ല സൗഹൃദത്തിൻ്റെയും നല്ലൊരു പ്രണയത്തിൻ്റെയും വികാരമായിരിക്കാം മനസ്സിൽ ഒളിപ്പിച്ച് കൊണ്ട് നടന്നത്. ആ ശുദ്ധിയും വൃത്തിയും അതിൻ്റേതായ നിലയിൽ മനസ്സിലാക്കാൻ കിരാതനായ ഈ ചെറുപ്പക്കാരന് കഴിയാതെ പോയി. തന്നെ വിശ്വസിച്ച് തനിക്ക് ചോദിച്ച സ്വർണം തന്ന ആ പെൺകുട്ടിയെ കൊല്ലാൻ അയാൾ ഒരിക്കലും തുനിയരുതായിരുന്നു. എന്തായാലും ഈ കൂട്ട കൊലപാതകത്തിലെ ഏറ്റവും ദാരുണമായ കഥാപാത്രമാണ് ഈ പെൺകുട്ടി. അവളുടെ ചിത്രം കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അത് ഒരു തേങ്ങലായി തന്നെ നിറയുന്നുണ്ട്. കാമുകി കാമുകന്മാരുടെ ബന്ധത്തിന് ഒരു ദുരന്തം എങ്ങനെ വന്നു ചേരാമെന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ കൊലപാതകത്തിൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളും.